നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE ഇന്ത്യ ബന്ധം ഏറെക്കാലമായി തുടർന്നു പോകുന്നതാണ്. വർഷങ്ങളായി കൈകോർത്ത് പിടിച്ച ഇവരുടെ സൗഹൃദം വേരുകൾ ആഴത്തിലിറങ്ങിയതാണ്. മറ്റൊരു സുപ്രധാന നീക്കത്തിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ മേഖലയിലെ പരസ്പര സഹകരണം ലക്ഷ്യമിട്ട് രൂപം നൽകിയ ഇന്ത്യ UAE വിദ്യാഭ്യാസ കരാറിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും വലിയ നേട്ടമാവുമെന്നാണ് വിലയിരുത്തൽ. ഉപരിപഠനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം, വിദ്യാർത്ഥികളെ പരസ്പരം കൈമാറൽ, ഇരട്ട ബിരുദം, സർട്ടിഫിക്കറ്റുകൾക്കുള്ള അംഗീകാരം തുടങ്ങിയ കാര്യങ്ങളിലാണ് പുതിയ കരാർ ഗുണകരമാവുന്നത്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് UAE സർക്കാരും ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രാലയവും തമ്മിൽ നേരത്തെ തയ്യാറാക്കിയ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ വർഷങ്ങളായി തുടരുന്ന അനിശ്ചിതത്വത്തിന് വിരാമമായി. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് UAEയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും തുടർ പഠനവും പരിശീലനവും ഉൾപ്പെടെ ഏറെ ഗുണം ചെയ്യുന്ന കരാറാണിത്. ഇന്ത്യയിലെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾക്ക് UAEയിൽ അംഗീകാരം കിട്ടാൻ കരാർ വഴിയൊരുക്കുകയും ചെയ്യും. വിവര വിദ്യാഭ്യാസ കൈമാറ്റം, സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അധ്യാപകരുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലനങ്ങൾ, സംയുക്ത ഡിഗ്രി പ്രോഗ്രാമുകൾ, ഇരട്ട ഡിഗ്രി പ്രോഗ്രാമുകൾ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണവും കരാർ നിലവിൽ വരുന്നതോടെ സാധ്യമാവും. ഇരു രാജ്യങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ യോഗ്യതകൾ പരസ്പരം അംഗീകരിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ വൈദഗ്ധ്യ കൈമാറ്റത്തിനും ഇത് വഴിയൊരുക്കും. തൊഴിലിനായി ഇന്ത്യക്കാർ ഏറെ ആശ്രയിക്കുന്ന UAEയുമായി ഉണ്ടാക്കിയിരിക്കുന്ന വിദ്യാഭ്യാസ സഹകരണ കരാർ സാങ്കേതിക തൊഴിലധിഷ്ഠിത മേഖലകളിലെ തൊഴിലുകൾ നേടിയെടുക്കാൻ ഇന്ത്യക്കാർക്ക് ഏറെ സഹായകരമാവും. ഈ മേഖലയിലെ വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് പരസ്പരം അംഗീകാരം നൽകുന്നതും UAE തൊഴിൽ കമ്പോളത്തിന് ആവശ്യമായ വൈദഗ്ധ്യം നേടിയെടുക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാധ്യമാവും. അത്തരം കോഴ്സുകൾ ഇന്ത്യൻ സർവകലാശാലകളിൽ തുടങ്ങാനും കരാർ അവസരമൊരുക്കും. അതേസമയം 5 വർഷമാണ് കരാർ കാലാവധി. എന്നാൽ ഇരു രാജ്യങ്ങൾക്കും സമ്മതമാണെങ്കിൽ വീണ്ടും 5 വർഷത്തേക്ക് കരാർ പുതുക്കാനാവും. പുതിയ കരാറിൽ ഇരു വിഭാഗവും ഒപ്പുവയ്ക്കുന്നതോടെ 2015-ലുള്ള ഇതുമായി ബന്ധപ്പെട്ട കരാർ പൂർണ്ണമായും അസാധുവാകും. 2015-ൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ കാലാവധി 2018-ൽ അവസാനിച്ചിരുന്നു. എന്നാൽ 2019-ൽ ഇരു രാജ്യങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർ തമ്മിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനത്തിൽ എത്തിയിരുന്നു. 2020-ൽ ഇന്ത്യൻ സർക്കാർ രൂപീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ കരാറിൽ ഇരു വിഭാഗവും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.